കർണാടക ഷിരൂരിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുന്റെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം. കുടുംബം നൽകിയ വാർത്താസമ്മേളനത്തിലെ ചില ഭാഗങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചാണ് ചിലർ അധിക്ഷേപം നടത്തുന്നത്. വ്യാജ പ്രചാരണത്തിനെതിരെ കുടുംബവും ഡിവൈഎഫ്ഐയും പരാതി നൽകി. സൈന്യം രക്ഷാപ്രവർത്തനം ആരംഭിച്ച ദിവസം കുടുംബം നടത്തിയ വാർത്താസമ്മേളനത്തിലെ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വ്യാപകമായ സൈബർ ആക്രമണം. അർജുന്റെ അമ്മയുടെ സഹോദരിയുടെ ശബ്ദം എഡിറ്റ് ചെയ്ത് മാറ്റിയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത്. അമ്മ വൈകാരികമായി നടത്തിയ പരാമർശങ്ങൾക്കെതിരെയും ദുഷ്പ്രചാരണങ്ങളുണ്ടായി. ഇതോടെയാണ് കുടുംബം സൈബർ സെല്ലിൽ പരാതി നൽകിയത്. വ്യാജ വീഡിയോകൾ വന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. അർജുന്റെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണം ഗൗരവമുള്ളതാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്തതാണ്. ഇങ്ങനെ മനുഷ്യന്മാരുണ്ടല്ലോ എന്നുള്ളതാണ്. ഇങ്ങനെ മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന ആ കുടുംബത്തിന് നേരെ ഈ നിലയിലേക്ക് ഉള്ള ഒരു ചെയ്തിക്ക് തയ്യാറാകുന്നവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അത് ആ നിലയിൽ തന്നെ വളരെ ഗൗരവത്തിൽ ആ വിഷയം കൈകാര്യം ചെയ്യും. അർജുന്റെ കുടുംബത്തിനെതിരായ വിദ്വേഷ പ്രചാരണത്തിനെതിരെ ഡിവൈഎഫ്ഐയും രംഗത്തെത്തി. ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. തെരച്ചിലിന്റെ 10ാം ദിവസത്തിലും പ്രതീക്ഷ കൈവിടാതെ അർജുനായി കാത്തിരിക്കുകയാണ് ഒരു നാടൊന്നാകെ. 24 കോഴിക്കോട്.